കുടിച്ചു പറ്റിച്ചല്ലേ? ഒരു കുപ്പി മതിയാ ഇപ്പൊ നിന്റെ അകത്ത് കിടക്കുന്നത്. ആണാ ഒരു കുപ്പിയല്ലടാ, ഒരു ഡിസ്റ്റിലറി മുഴുവൻ അകത്ത് കിടന്നാലും എനിക്ക് മതിയാവത്തില്ല. എടാ നിനക്കപ്പോ എന്ത് വേണം? മദ്യം വേണോ? എടാ വിളിക്കടാ, കൊണ്ടുവരുന്നതിനെ വിളിക്കടാ. എന്നിട്ട് 1, 5, 10 കുപ്പി വാങ്ങിച്ചങ്ങ് കുടിക്കേ. എടാ അവനോടല്ലോ ആ രഞ്ജിത്ത്, അവനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മാർഗം എനിക്ക് പറഞ്ഞതാടാ. ഉണ്ടോ അതിന്റെ കയ്യിൽ വല്ലതും? അതിപ്പോ ഞാനെന്ത് പറയാനാടാ? എന്റെ തല ഇപ്പം നേരെയല്ല. നീ ഇപ്പൊ കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ പറയണം, പറഞ്ഞേ പറ്റൂ. ആ പറ. അങ്ങളെ സൂര്യ വിളിച്ചില്ലേ? ആ ഞാൻ ഇപ്പൊ വിളിക്കാം. കളിക്കിടയിലുണ്ടായ ചെറിയ പ്രശ്നം കൊണ്ട് നമ്മൾ എല്ലാരും പോകുന്ന സ്ഥലത്തേക്ക് സൂര്യ വരാതിരിക്കരുത്. ഞാൻ വിളിക്കാം. അങ്ങളെ ഫോൺ സ്പീക്കറിലിടാ. എടാ അത്യാവശ്യമുള്ള ആരെങ്കിലും ഫോണെടുത്ത് സംസാരിക്കും. എടാ ചിലപ്പോ ആരും ഫോണിൽ സംസാരിക്കാൻ പറഞ്ഞില്ലേ? എടാ കോപ്പ സംസാരിക്കാനല്ലേ പറയാം, ഫോൺ എടുക്കാം, ഇത് സംസാരിക്കും. എടാ നിന്റെ ഫോണെ കിടന്ന് അടിക്കുന്ന എന്റെ ഫോണോ? എന്നെ ആരെങ്കിലും നേരത്തെ വിളിക്കാൻ? എന്റെ തന്നെയാ. അയ്യോ അച്ഛൻ, അച്ഛനോട് ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. എടാ അമ്മയല്ലല്ലോ, അച്ഛനല്ലേ, എടുത്ത് സംസാരിക്ക. നിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളല്ലേ? ഓക്കെ. ആ എന്താച്ചാ സൂര്യ നീ എവിടെ? കാര്യം എന്താന്ന് പറ. എടാ വേദയ്ക്ക് ഡ്രസ് എടുക്കാൻ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിരുന്നതല്ലേ? ഞങ്ങളെല്ലാം പുറപ്പെട്ടു കഴിഞ്ഞു. നീ എപ്പോഴാ അങ്ങോട്ട് വരുന്നത്? അതെ, ഞാനിപ്പോ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. മാത്രമല്ല നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് പോയാ മതി. എടാ എന്താ നീ പറയുന്നത്? നിന്റെ പെങ്ങൾക്ക് പുടവെടുക്കുന്ന കാര്യമല്ലേ? അവിടെ പിന്നെ നീ ഉണ്ടാവണ്ടേ? സൂര്യ നീ നിന്റെ കടമകളിൽ നിന്നിങ്ങനെ മാറാൻ പാടില്ല. ഞാൻ വന്നിട്ട് എന്തിനാ? ആ റാസ്കലിനെ കാണാൻ വേണ്ടിയാ? ആ രഞ്ജിത്തിനെ? സൂര്യ നീ എന്തൊക്കെയായി പറയുന്നത്? കളിക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് കരുതി അതാരെങ്കിലും ജീവിതത്തിലേക്ക് ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുവരൂ? എനിക്ക് കളിയും ജീവിതം തന്നെയാ. അവനോടല്ല രഞ്ജിത്ത്, അവനെ മുഖം കാണുന്നത് എനിക്ക് അറപ്പാ. അതറിയോ അച്ഛന്? സൂര്യ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എല്ലാവരും കൂടി പോകുന്ന ഒരു ചടങ്ങിൽ നീ ഉണ്ടാവാതിരിക്കരുത്. നിനക്കറിയാലോ, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഏത് കാര്യത്തിലും നിന്നെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നതൊക്കെ ഞാനാ. നീ വന്നേ പറ്റൂ. ഈ അച്ഛൻ്റെ ഒരു കാര്യം. എവിടേക്കാ വരേണ്ടത്? നമ്മൾ സാധാരണ ഡ്രസ് എടുക്കുന്ന അതേ ടെക്സ്റ്റൈൽസിലേക്ക് തന്നെ. നീ അങ്ങോട്ടൊക്കെ വന്നാൽ മതി. ബാക്കിയെല്ലാം വന്നിട്ട് ഞാൻ സംസാരിക്കാം. ശരി ശരി, ഞാൻ വരാം. അവന് ഒരു കാര്യം മനസ്സിൽ തട്ടിയ പിന്നെ പെട്ടെന്നൊന്നും അത് മാറില്ല രഞ്ജിത്ത്. അതുകൊണ്ടാ. ഓക്കെ, എനിക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാനത് മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഡ്രസ് എടുക്കാൻ പോകുന്നു. ആർക്ക്? വേദയ്ക്കും രഞ്ജിത്തിനും. എടാ ആരാ ഈ രഞ്ജിത്ത്? എന്നെ ചതിച്ചവൻ, കളിയിൽ ചതിച്ചെന്നെ തോൽപ്പിച്ചവൻ. അവന് ഞാൻ തന്നെ പുടവെടുത്ത് കൊടുക്കണ്ടേടാ.
സൂര്യ, നീ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. ഈ കണ്ടീഷനിൽ നീ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. യതീന്ദ്ര സാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നോ, ഈ കണ്ടീഷനിൽ തന്നെ അവനെനിക്ക് കാണണം. ഈ ഉദയശങ്കർ ഉണ്ടല്ലോ, പത്മാ മേഡത്തിന്റെ സഹോദരൻ, അയാളും അയാളുടെ കുടുംബവും മദ്യപിച്ച സൂര്യ ഇതുവരെ കണ്ടിട്ടില്ല.